നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇപ്പോഴൊരു അധികാര തർക്കം നടക്കുകയാണ്. ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷൻ അഗസ്റ്റിനും തമ്മിലാണത്. എക്കാലത്തും കേരള കോൺഗ്രസിൽ ഇങ്ങനെയുള്ള അധികാര തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അതൊരു പിളർപ്പിലെ എത്താറുമായിരുന്നു പതിവ്. ഇത്തവണയും അത് സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുമെന്ന മാണീസ് തിയറി എന്നും ആ പാർട്ടിക്കൊരു ഭൂഷണമായിരുന്നു. പാർട്ടി വളരുംതോറുമാണ് പിളരുകയെന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ കുഞ്ഞാടുകളെ നിങ്ങൾക്ക് തെറ്റി. നേതാക്കന്മാർ വളരുംതോറുമായിരുന്നു ഇത് സംഭവിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി സ്ഥാപകനായ കെ എം ജോർജിൻ്റെ കാലം മുതൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം ജോർജ്, കെ എം മാണി എന്നിവരുടെയൊക്കെ തലമുറകൾ മാറി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കയ്യിലാണ്. ചെയർമാൻ ജോസ് കെ മാണി ആണെങ്കിലും അധികാര കേന്ദ്രം മന്ത്രി റോഷി അഗസ്റ്റിനാണെന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെയാണ്. എന്നും മന്ത്രിക്ക് ചുറ്റുമാണ് ആ പാർട്ടിയുടെ നേതാക്കന്മാരും പിന്തുണ നൽകുന്ന സഭകളും ഒരു വിഭാഗം അണികളും കറങ്ങാറുള്ളത്. ഇതറിയാമായിരുന്നതുകൊണ്ടാണ് പരേതനായ കെ എം മാണി മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കാതിരുന്നിട്ടുള്ളത്. ഇത് ജോസ് കെ മാണിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിപ്പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം റോഷി അഗസ്റ്റിന് വിട്ടുകൊടുക്കേണ്ട ഗതികേട് ഉണ്ടായതാണ് ജോസ് കെ മാണിയെ ഇന്നിപ്പോഴീ നിലയിലാ കയത്തിലാക്കിയത്. 5 വർഷത്തെ മന്ത്രിസ്ഥാനം കൊണ്ട് റോഷി അഗസ്റ്റിൻ ശക്തനായി. പാർട്ടിയും പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ചുറ്റുമായി. നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ തുടർന്നാൽ താൻ അപ്രസക്തനായി പോകുമെന്ന് തിരിച്ചറിവായിരുന്നു മുന്നണി മാറാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിച്ചത്. അത് CPM-ഉം റോഷി അഗസ്റ്റിനും ചേർന്ന് മുളയിലെ നുള്ളിക്കളഞ്ഞു. മന്ത്രിസ്ഥാനം റോഷി അഗസ്റ്റിന് നൽകിയ ശക്തിയായിരുന്നു ഇതിന് വഴിതെളിച്ചത്. അതിൻ്റെ തുടർചലനങ്ങളാണ് ഇപ്പോൾ ആ പാർട്ടിയിൽ നടക്കുന്നത്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സര സാന്നിധ്യമാണ് ഇപ്പോൾ ആ പാർട്ടിയിലും കേരള രാഷ്ട്രീയത്തിലും ചർച്ചയാകുന്നത്. ജോസ് കെ മാണി പാലാ നിയമസഭാ സീറ്റിൽ മത്സരിക്കണമെന്നാണ് റോഷി അഗസ്റ്റിനും CPM-ഉം ആവശ്യപ്പെടുന്നത്. ഇത് സ്നേഹിച്ചു കൊല്ലുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ജോസ് കെ മാണിയും കൂട്ടരും കരുതുന്നത്. നിലവിലെ വോട്ടിംഗ് കണക്ക് അതാണ് പറയുന്നത്. ജനിച്ച കാലം മുതൽ കേരള കോൺഗ്രസിൻ്റെ സ്വന്തമായിരുന്ന പാലാ മുനിസിപ്പാലിറ്റിയും സമീപസ്ഥമായ പല പഞ്ചായത്തുകളും നഷ്ടമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് യാതൊരു വിജയസാധ്യതയുമില്ലെന്നാണ് ജോസ് കെ മാണിയുടെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിൽ താൻ അവിടെ മത്സരിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ജോസ് കെ മാണി കരുതുന്നത്. 2 തവണ തോറ്റു. ഇനിയും ഒരു തോൽവി കൂടി ഉണ്ടാകുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. പാലായിൽ മത്സരിക്കുമെന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചേ പറ്റൂവെന്ന നിലപാടിലാണ് റോഷി അഗസ്റ്റിനും കൂട്ടരും. പാർട്ടിക്ക് സ്റ്റെബിലിറ്റി ഉള്ള നേതൃത്വമുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ പാലായിൽ മത്സരിക്കാനുള്ള കോൺഫിഡൻസ് കാട്ടണമെന്നാണ് മന്ത്രിയുടെ വാദം. ഇതിൽ ചില കുതന്ത്രങ്ങൾ ജോസ് കെ മാണി ദർശിക്കുന്നു. താൻ പാലായിൽ പരാജയപ്പെടുകയും LDF അധികാരത്തിൽ വരികയും ചെയ്താൽ റോഷി അഗസ്റ്റിൻ വീണ്ടും മന്ത്രിയാകും. ആ കാലയളവ് കൊണ്ട് CPM-ഉം റോഷിനും ചേർന്ന് പാർട്ടി പൂർണ്ണമായും കൈയടക്കും. കെ എം മാണിയുടെ DNA ഉണ്ടെങ്കിൽ പോലും താൻ അനാഥനാകും. അങ്ങനെ സംഭവിക്കാൻ ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല. ഇതിനൊരു പരിഹാരം കാണാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പഠനമെന്ന നിലയിലാണ് കേരള കോൺഗ്രസിനെ UDF-ൽ എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. UDF-ലാണെങ്കിൽ പാലാ സീറ്റിലോ അതുപോലുള്ള ഉറച്ച ഒരു സീറ്റിലോ തനിക്ക് ജയിക്കാനാകുമെന്നാണ് അദ്ദേഹം കരുതിയത്. അത് റോഷിയും CPM-ഉം ചേർന്ന് വെട്ടി. ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി തേടിയാണ് അദ്ദേഹം പാലായിൽ ഒരു സ്വകാര്യ സർവേ നടത്തുന്നത്. സർവേയിൽ വിജയസാധ്യതയാണ് തെളിയുന്നതെങ്കിൽ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കും. ഇല്ലെങ്കിൽ അതാണ് കനപ്പെട്ട ചോദ്യം. പാലായിലെ വോട്ടർമാർക്ക് തന്നോടുള്ളത്ര അകൽച്ച ഭാര്യയും സാമൂഹ്യ പ്രവർത്തകയുമായ നിഷ ജോസ് കെ മാണിയോടില്ലെന്ന് അദ്ദേഹം കരുതുന്നു. തനിക്ക് പകരം ഭാര്യയെ പാലയിൽ മത്സരിപ്പിക്കുക. LDF അധികാരത്തിലെത്തിയാൽ റോഷിക്ക് പകരം നിഷയെ മന്ത്രിയാക്കുക. രാജ്യസഭാംഗവും ചെയർമാനുമായി താൻ തുടർന്ന് നഷ്ടപ്രതാപം വീണ്ടെടുക്കുക. അല്ലെങ്കിൽ അനുകൂല സാഹചര്യം എത്തുമ്പോൾ UDF-ൽ ചേക്കേറുക. ഈ ദ്വിമുഖ തന്ത്രമാണ് ജോസ് കെ മാണി ആവനാഴിൽ കരുതി വച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.